അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് ലെനോവൻ്റെ പുതിയ ലാപ്ടോപ്പാണ്. E16 എഡിഷനിൽ പെട്ടിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള E16256V എന്ന പ്രോസസ്സറോട് കൂടിയിട്ട് ലെനോവോ പുറത്തിറക്കിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ബോക്സും കാര്യങ്ങളൊക്കെ പഴയ അതേപോലെ തന്നെ സൈസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്തിട്ടൊന്ന് നോക്കാം എന്താണ് ലാപ്ടോപ്പിൻ്റെ അകത്ത് പുതിയ മോഡൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ബോക്സിൽ നമുക്ക് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ പഴയ അതേപോലെ തന്നെ ഒരു ബാഗും പിന്നെ ലാപ്ടോപ്പുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ബാഗൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇതാണ് ബാഗ്. പഴയ മോഡൽസിനും ഈ സെയിം മോഡൽ ലാപ്ടോപ്പിൻ്റെ ബാഗായിരുന്നു ലെനോവോ തന്നിരുന്നത്. സെയിം മോഡൽ തന്നെയാണ് ഈ ഒരു മോഡൽസിനും തന്നിട്ടുള്ളത്. അപ്പം ബാഗ് മാറ്റിയേക്കാം. അടുത്തത് ഇങ്ങനൊരു ബോക്സ് ഇതിൻ്റെ കൂടെ നമുക്കിതിൻ്റെ കൂടെ കിട്ടും. ഇതിൻ്റെ അകത്ത് അഡാപ്റ്റേഴ്സാണ്. ഒരു പവർ കേബിളും ഒരു UK പവർ കേബിളും പിന്നെ അതിൻ്റെ കൂടെ ഒരു ചാർജർ അഡാപ്റ്ററും, അതായത് 65 വാട്ടിൻ്റെ ഒരു ചാർജർ ടൈപ്പ് C അഡാപ്റ്ററാണ് ഇതിൻ്റെ കൂടെ നമുക്ക് തന്നിട്ടുള്ളത്. ഇതാണ് ടൈപ്പ് C. ഇതിൻ്റെ കൂടെ കമ്പനി തന്നിട്ടുള്ള ചാർജറാണത്. അടുത്തത് നമ്മളെ ലാപ്ടോപ്പാണ്. ഇതാണ് കാർട്ടൂൺ കാലിയാണ്, വേറൊന്നുമില്ല. ഈ ഒരു ലാപ്ടോപ്പ് അതിൻ്റെ കൂടെയുള്ള ഒരു പാക്കറ്റും ഉണ്ട്. ഈ പാക്കറ്റിൽ ജസ്റ്റ് ഇതിൻ്റെ ക്വിക്ക് ഗാർഡ്സും കാര്യങ്ങളുമാണ്, വേറൊന്നുമല്ല. ഇപ്പോൾ അതവിടെ കേട്ട ഇതാണ് പുതിയ പാക്കിങ്. താങ്ക്സ് ഫോർ ചൂസിങ് അവർ പ്രോഡക്റ്റ് അതാണ് ലെനോവോ കൊടുത്തിട്ടുള്ളത്. കവർമൽ ഒരു ക്ലോത്തിൻ്റെ കവറാട്ടോ. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ലാപ്ടോപ്പ്. ഇത് മോഡലൊക്കെ പഴയ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്, വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ നേരെ മുമ്പത്തെ മോഡലും ഇതേ ഡിസൈൻ തന്നെ ആയിരുന്നു. ഫ്രണ്ടിൽ E16 എഴുതിയിട്ടുണ്ടാവും. ഈ ഒരു E16 എഴുതിയ ബാഡ്ജിങ്ങും അതുപോലെ ഈ സൈഡിലായിട്ട് തിങ്ക് പാഡ് എന്നിട്ടുള്ള ഒരു ബാഡ്ജിങ്ങും ഉണ്ടാവും. പിന്നെ അലുമിനിയത്തിൻ്റെ ബോഡിയാണ്, പഴയ അതേ ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ലെനോവോ എന്ന് പറഞ്ഞിട്ട് ബാഡ്ജിങ് ഉണ്ടാവും. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം കൊടുത്തിട്ടുള്ള രണ്ട് സൈഡിൽ രണ്ട് സ്പീക്കർ ഉണ്ടാവും, ഈ രണ്ട് സൈഡിലായിട്ട്. പിന്നെ സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ പോർട്ടുകൾ കുറച്ച് കുറവാണ്. അത് മുമ്പത്തതിലും ഇതേപോലെ തന്നെയാണ് പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഒരു USB പോർട്ടും ഒരു നെറ്റ്വർക്ക് പോർട്ടും പിന്നെ ലാപ്ടോപ്പ് ലോക്ക് ചെയ്യാനുള്ളൊരു സിസ്റ്റമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു HDMI പോർട്ടും രണ്ട് ടൈപ്പ് C പോർട്ടും ഒരു USB ഒരു 3.5mm സൗണ്ടിൻ്റെ ജാക്കും വന്നിട്ടുണ്ട്. ഇങ്ങനെ പോർട്ടാണ് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ജസ്റ്റ് ഒരു USBയും ഒരു നെറ്റ്വർക്കും മാത്രം വന്നിട്ടുള്ളൂ. പിന്നെ ഒരു ലാപ്ടോപ്പ് ലോക്ക് ചെയ്യാനുള്ള ഒരു സ്ലോട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആണ് ഇതിൻ്റെ പോർട്ടുകൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ടൈപ്പ് സിയിൽ ഒരു ടൈപ്പ് C ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനും അതുപോലെ ഒരു ടൈപ്പ് C ചാർജിങ്ങിനുമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലൊരു ക്ലോത്ത് കാണാം. ഇതിൽ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ അകത്ത് നോക്കിയാൽ ഈ ബാഡ്ജിങ്, ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ട പ്രത്യേകം Ultra 7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ്ങും അതിൻ്റെ കൂടെ Intel ARC ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. രണ്ട് ബാഡ്ജിങ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് തിങ്ക് പാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജിങ്ങും പിന്നെ പവർ ബട്ടണിൽ ഫിംഗർ വരുന്നുണ്ട്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. ക്യാമറ ഷട്ടർ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് പഴയ സിസ്റ്റം പോലെ നമുക്ക് RAM അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ അതുപോലെ SSD അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാനുണ്ട്. അപ്പോൾ നമ്മളെ ലാപ്ടോപ്പ് എന്തായാലും ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്ത് ഇതാണ് ബാക്ക് ടോപ്പ്. ഈ ബാക്ക് ടോപ്പുമ്പോൾ ഞാൻ ബാക്ക് സൈഡ് കാണിച്ചു തരാൻ വിട്ടുപോയി. ബാക്ക് സൈഡിൽ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് തിങ്ക് പാഡ് E16 Gen 3 എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിൻ്റെ അകത്താണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയേണ്ടത്. പുതിയ ലാപ്ടോപ്പ് ആകുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ
എന്തോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലാപ്ടോപ്പിൻ്റെ ഓപ്പൺ ചെയ്താലുള്ള കണ്ടീഷൻ വരുന്നത്. അതിൽ ബാറ്ററിയാണ് ഈ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് ബാറ്ററി ഉണ്ട്, ഈ ഒരു സൈഡിലായിട്ടാണ്. പിന്നെ നമുക്ക് NVMe എവിടെയാണ് കാണാനുള്ളത്, NVMe ഇവിടെയാണ് കാണാനുള്ളത്. ഇതിൽ NVMe കൊടുത്തിട്ടുള്ളത് 2242 എന്ന് പറഞ്ഞ സൈസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു ബ്രാക്കറ്റ് ഫിക്സ് ചെയ്തിട്ട് 2280 ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ ഒന്നൊക്കെ എനിക്ക് തോന്നുന്നത് 2280 നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, 2240 പറ്റില്ല എന്നാണ്. പിന്നെ വേറെ കാര്യപ്പെട്ട് ഇവിടെ ഒന്നും കാണില്ല. റാം ഇവിടെ ഓടിയും കാണാനില്ല. റാം അതിനർത്ഥം ഷോൾഡർഡ് ആണെന്നാണ് റാമിൻ്റെ അർത്ഥം. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തോ ഒരു കാലിയൊക്കെ കാണുന്നുണ്ട്. പഴയ ലാപ്ടോപ്പിന് അങ്ങനെ കാലി സ്പേസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ ഇവിടെയൊക്കെ കാലിയാണ്. ഇതൊക്കെ കീബോർഡിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ബോർഡായിട്ട് ഈ ഒരു ചെറിയ ഭാഗം മാത്രമേ ലാപ്ടോപ്പിൻ്റെ ബോർഡുള്ളൂ. ഈ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ലാപ്ടോപ്പിൻ്റെ ബോർഡ് വരുന്നത്. ഇത് ലാപ്ടോപ്പിൻ്റെ ഫാനാണ്, കൂളിംഗ് ഫാന്. പിന്നെ വേറെ ഇത് 2 സ്പീക്കർ, ഈ ഒരു സ്പീക്കറും പിന്നെ ഈ ഒരു സൈഡിലൊരു സ്പീക്കറുണ്ട്. ഈ ഒരു സംഭവം എന്തിനാണെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. നമ്മുടെ ജസ്റ്റ് ഒരു കാലി സ്പേസാണ് കാണുന്നത്. വേറെ എക്സ്ട്രാ ഹാർഡ് ഡിസ്ക് കൊടുക്കാനാണെങ്കിൽ ഇവിടെ ഒരു സ്ലോട്ടും കാണുന്നില്ല. പിന്നെ വേറൊന്നും ഇതിനകത്തില്ല. ഇതാണ് ഇതിൻ്റെ ബാക്കത്തെ ഫുൾ സീന്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മളെ ഈ ലാപ്ടോപ്പിൻ്റെ ബാക്കത്തെ അയച്ചിട്ടുള്ള റിമൂവ് ചെയ്തിട്ടുള്ള നമ്മളെ സീന്. അപ്പോൾ ഇതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു പോരായ്മ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ലെനോവിൻ്റെ ഭാഗത്തു നിന്നുള്ള. കാരണം ഷോൾഡേർഡ് റാമാണ് കൊടുത്തിട്ടുള്ളത്. ഷോൾഡേർഡ് റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽട്ടൺ, അതായത് മദർ ബോർഡിൻ്റെ കൂടെ ബിൽട്ടൺ ആയിട്ടാണ് റാം വരുന്നത്. നമുക്ക് റാം ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാനും സാധിക്കില്ല, ഉള്ള റാം റിമൂവ് ചെയ്തിട്ട് നമുക്കൊന്നും ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് റാം കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, പഴയ ലാപ്ടോപ്പിൽ നമുക്ക് എക്സ്ട്രാ NVMeക്കുള്ള സ്ലോട്ടും വന്നിരുന്നു. ഇതിന് അതും ഇല്ല. എക്സ്ട്രാ NVMe SSD ആഡ് ചെയ്യാനുള്ളൊരു സ്ലോട്ടും കൂടി ഉണ്ടായിരുന്നു. അതും ഇതിൽ അവൈലബിൾ അല്ല. ഒറ്റ സ്ലോട്ടേ ഉള്ളൂ. അതിൽ ഓൾറെഡി അവർ ഫിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 TB 2 TB ഒക്കെ ആഡ് ചെയ്യാം. പക്ഷേ എക്സ്ട്രാ സ്ലോട്ട് ഇതിൽ വരുന്നില്ല. അത് ഭയങ്കര ഒരു പോരായ്മ ആയിട്ട് തന്നെയാണ് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പുതിയൊരു മോഡലാകുമ്പോൾ ശരിക്കും കുറച്ചും കൂടി അവർ അപ്ഗ്രേഡായിട്ട് കൊണ്ടുവരികയാണ് വേണ്ടത്. അതായത് മോഡൽസിനെ നമുക്ക് സൗകര്യാർത്ഥം ചെയ്യാണ് വേണ്ടത്. പക്ഷേ ഇതിൻ്റെ നേരെ മുമ്പത്തെ മോഡലിലൊക്കെ നമുക്ക് 2 NVMe സ്ലോട്ട് ഒന്നിൽ ഓൾറെഡി അവർ ഫിക്സ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഒന്ന് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനും പറ്റും. അതുപോലെ റാമിനും 2 സ്ലോട്ട് ഉണ്ടായിരുന്നു. പഴയ റാം നമുക്ക് റിമൂവ് ചെയ്യാം, പുതിയ റാം ആഡ് ചെയ്യാം, എക്സ്ട്രാ റാം ആഡ് ചെയ്യാം. എല്ലാം സാധിക്കുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ മുമ്പത്തെ മോഡൽ ഉണ്ടായിരുന്നത്. മുമ്പത്തെ മോഡലിൽ നമുക്ക് ഇത്ര സ്പേസസ് ഉള്ളിൽ കണ്ടിരുന്നില്ല. ഇപ്പോൾ ഈ ലാപ്ടോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇതിനകത്തൊരു കാലിയായിട്ടൊക്കെ ഒരു സ്പേസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അവിടെയും ഇവിടെയൊക്കെ ഒരു കാലിയായിട്ടൊരു എന്തോ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട് കാണുമ്പോൾ തന്നെ. പിന്നെ ആ ഒരു പോരായ്മയും അത് എന്തൊക്കെയോ ഫില്ല് ചെയ്യാനുള്ളൊരു ഇതാവാം, എന്താണെന്നറിയില്ല. അതുപോലെ മദർ ബോർഡിൻ്റെ സൈസ് ജസ്റ്റ് ചെറിയ സൈസാണ് ഇപ്പോൾ ഇതിൽ മദർ ബോർഡ് വന്നിട്ടുള്ളത്. എന്തായാലും ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. നല്ല മോഡൽസൊക്കെ സെയിം തന്നെയാണ്. ബിൽഡ് ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റി, അടിപൊളി ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ ബാറ്ററിയും കുഴപ്പമൊന്നുമില്ല. ചാർജർ Type C ആണ്. അങ്ങനെ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. സെയിം പഴയ പോലെ തന്നെയാണ്. പക്ഷേ ഈ ഒരു വ്യത്യാസം ആണ് ഇതിൽ വന്നിട്ടുള്ളത്. എടുത്തു പറയാനുള്ളൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതൊരു പോരായ്മ തന്നെയാണ്. നമുക്ക് എക്സ്ട്രാ SSDയും അതുപോലെ റാമും, SSD ഇല്ലെങ്കിൽ പോലും റാം എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. 256V എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസസ്സറാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. പഴയ പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 255H പ്രൊസസ്സറായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചേഞ്ചസ് കുറച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ബിൽഡ് ക്വാളിറ്റിയിലും അതുപോലെ മോഡൽസിലും പുറത്തുള്ള നമ്മളെ എക്സ്റ്റേണൽ മോഡൽസിലൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഇൻറ്റേർണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ റാമിൻ്റെയും SSDൻ്റെയും ഡിഫറൻറ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ ലാപ്ടോപ്പിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയ എന്തൊക്കെയോ ഒരു കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നമുക്കിത് ക്ലോസ് ചെയ്യാം. 16 GB റാമും 512 GB SSDയാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ 16 GB മദർ ബോർഡിൻ്റെ കൂടെ ബിൽട്ടൺ ഷോൾഡർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. 512 GB SSD 2242 സൈസിൽ ഇതിൽ ഫിക്സ്ഡ് ആണ്. അത് 2280 ബ്രാക്കറ്റ് ആഡ് ചെയ്തിട്ടാണ് അവർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എനി ടൈം ചേഞ്ച് ചെയ്യാൻ നോ പ്രോബ്ലം. പക്ഷേ റാം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. 16 GB കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരുപാട് തിങ്ക് പാഡിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സ്ക്രീൻ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. അതിലൊന്നും വ്യത്യാസമില്ല. എന്തായാലും നമ്മളെ വീഡിയോക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്കും ചെയ്യുക, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.